എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വാരാഹി അമ്മയുടെ ഒരു അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ, കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ പറയാൻ വരുന്ന ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപകാരപ്പെടുന്ന മന്ത്രമാണ്. അതായത് പഠിക്കാൻ ഭയങ്കര പുറകിലാണ്, അതായത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, കെയർലെസ്സാണ് എപ്പോഴും, ഒരു അശ്രദ്ധ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഒരു കാര്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെ ആ ഒരു കാര്യം നമ്മൾ ഓർക്കാണ്ട് വേറെ പല ചിന്തകൾ കടന്നു കൂടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളായാലും വലിയ ആളുകളായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒത്തിരി നല്ല ബെനിഫിറ്റായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുന്നേ വാരാഹി അമ്മയെ അറിയാത്തവർക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാം. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട് ഭഗവതിയാണ്. വളരെ ശക്തിയാർന്ന ദേവി ഭക്തരെ ഒരുപാട് രീതിയിൽ സഹായിക്കാറുണ്ട്. വാരാഹി ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ വരാഹരൂപം പൂണ്ട ഈ ഒരു ഭഗവതി ഭയങ്കര അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദേവിയാണ്. ഈ ദേവിയുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു മന്ത്രം പറയുന്നത് പോലെ ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊരു നടക്കാത്ത ആഗ്രഹവും സാധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പറയുന്ന മന്ത്രം അതിനനുസരിച്ച് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെറുതെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും സാധിക്കണമെന്നില്ല. ആദ്യം വേണ്ടത് വാരാഹി അമ്മയുടെ ഉള്ള വിശ്വാസമാണ്. വാരാഹി അമ്മ എന്താണ് എന്ന് അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ശ്രമിക്കരുത്. ഭഗവതി ഭയങ്കര ശക്തിയാർന്ന ദേവിയാണ്. വളരെ ശുദ്ധിയോടുകൂടി നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തിയാർന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ രാത്രി സമയം കിടക്കുന്നതിന് മുമ്പേ 21 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങളത് എടുക്കുക എന്നുള്ളത്. അത്രയും ഉത്തമമാണ്, വളരെ ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ്. നിങ്ങൾ ഇതിന് ജപിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാര്യം ഈ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് പറയുന്നത്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരാണെങ്കിൽ ഭയങ്കര ശ്രദ്ധയോടുകൂടി പഠിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ചില കുട്ടികളാവട്ടെ അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നേരെ ആയിക്കോളും. പക്ഷേ എന്നാലും കെയർലെസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ആ കുട്ടിക്ക് പെരുമാറാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു മന്ത്രം സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ധനസംബന്ധമായ പ്രോബ്ലംസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കും ഉപകാരപ്പെടും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് തൊഴിൽ തടസ്സം അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മന്ത്രവും കൂടിയാണ്. അതുപോലെ കുടുംബ ഐക്യം, ദാമ്പത്യം കുറച്ച് പ്രശ്നങ്ങളായിട്ട് കടന്നു പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു മന്ത്രമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, ജപിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. ഈ ഒരു രാത്രി ഇതൊന്ന് 21 തവണ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ജപിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പേരും നക്ഷത്രവും അതുപോലെ തന്നെ ആവശ്യവും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു മന്ത്രം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വാരാഹി അമ്മ എന്താണ് എന്ന് അറിയാത്തവർക്കായിട്ടും കൂടെ ഉപകാരപ്പെടട്ടെ. അവർ ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം.
അപ്പോൾ അവർക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലതാവട്ടെ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഏത് നാട്ടിലായാലും കുഴപ്പമില്ല, ഷെയർ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ആയിട്ടുള്ള ആളുകൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആ ഒരു ചാനൽ ഓൾ ഇൻ ഡിവൈൻ എന്ന് പറയുന്ന ചാനലിന് അടുത്ത് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനിപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാ വീഡിയോസിൻ്റെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ, നിങ്ങൾക്ക് കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോസിലും നിങ്ങൾ സഹകരിക്കുന്നത് പോലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ ഈ ഒരു വീഡിയോയ്ക്കും എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ആവശ്യമാണ്. എല്ലാവരുടെ പേരും അതുപോലെ തന്നെ നക്ഷത്രവും ആവശ്യവും അടങ്ങുന്ന കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഈ ഒരു ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വാരാഹി അമ്മയെ എല്ലാവരും അറിയണം, എല്ലാവർക്കും വാരാഹി അമ്മയുടെ മന്ത്രം ഷെയർ ചെയ്യണം, എല്ലാവർക്കും വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്. എല്ലാവരും നന്നായിരിക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. അതുപോലെ ഇനിയിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു മന്ത്രം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രമാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഏതാണ് ആ മന്ത്രമെന്ന് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് ഷെയർ ചെയ്യാം. ഓം വജ്രഘോഷം, 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 ഓം
വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം
ॐ वज्रघोषम् 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 ॐ वज्रघोषम्